നമസ്കാരം. രോഹിത് ശർമ്മയ്ക്ക് കീഴിൽ ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ ഇന്ത്യൻ ടീം ജേതാക്കളായി മണിക്കൂറുകൾ പിന്നിട്ട് പാകിസ്ഥാനിൽ ഇതിന്റെ പ്രതിഷേധവും വിമർശനങ്ങളുമൊന്നും അവസാനിച്ചിട്ടില്ല. സോഷ്യൽ മീഡിയയിൽ ഇന്ത്യൻ ടീമിനും ICCക്കുമെതിരെ ഇവർ ഇപ്പോഴും ആഞ്ഞടിക്കുകയാണെന്ന് തന്നെ പറയാം. ഇന്ത്യൻ ടീമിന് വഴിവിട്ട സഹായങ്ങൾ ICC ചെയ്തു കൊടുത്തതായും ഇതിനെല്ലാം കാരണം ICC മേധാവിയായ ജയ്ഷയാണെന്നുമാണ് ഇവരുടെ ആരോപണം. അങ്ങനെയൊക്കെ വിവാദങ്ങൾ നിൽക്കെ പല രീതിയിൽ വരുമ്പോൾ രോഹിത്തിനെതിരെ വരുന്ന ട്രോളുകൾ ഇപ്പോൾ ശ്രദ്ധിക്കപ്പെടുകയാണ്. ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിന് ശേഷം നടന്ന വാർത്താ സമ്മേളനത്തിലായിരുന്നു പങ്കെടുത്തവയെ ഈ ട്രോളുകളൊക്കെ തന്നെയും കാരണമായി മാറുന്നത്. രോഹിത് സംസാരിച്ചു കഴിഞ്ഞ് ട്രോഫി മറന്ന് എഴുന്നേറ്റ് പോയ ഒരാളാണ് ഇപ്പോൾ ട്രോളിൽ നിറയുന്നത്. ടീമിന്റെ വിജയത്തെക്കുറിച്ച് തന്നെ വിരമിക്കലിനെ കുറിച്ചുമൊക്കെ ക്യാപ്റ്റൻ സംസാരിക്കുകയുണ്ടായിരുന്നു. ആ സംസാരമെല്ലാം സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലായിട്ടുണ്ടായിരുന്നു. താനിപ്പോൾ ഇന്നും ഏകദിനത്തിൽ നിന്ന് വിരമിക്കാൻ പോകുന്നില്ല എന്നും അനാവശ്യ റൂമറുകൾ ഒഴിവാക്കണമെന്നും രോഹിത് പ്രസ് മീറ്റിൽ പറയുകയുണ്ടായി. ട്രോഫി മുന്നിൽ വെച്ചുകൊണ്ടാണ് രോഹിത് ശർമ്മ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്കെല്ലാം തന്നെ ഉത്തരം നൽകിയത്. പ്രസ് മീറ്റ് അവസാനിച്ചപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് പോവുകയും ചെയ്തു. എന്നാൽ ട്രോഫി എടുക്കാതെയാണ് രോഹിത് പോയത്. പിന്നാലെ രോഹിത്തിന്റെ അരികിൽ നിന്നിരുന്ന സപ്പോർട്ട് സ്റ്റാഫിലെ ഒരു അംഗം ട്രോഫി എടുത്തുകൊണ്ട് പോവുകയായിരുന്നു. സംഭവത്തിന്റെ വീഡിയോ വൈറലായതിനു പിന്നാലെ രസകരമായ ട്രോളുകളും സോഷ്യൽ മീഡിയയിൽ നിറയുന്നുണ്ട് എന്ന് പറയാം. രോഹിത് ശർമ്മയുടെ മറവി പുതിയ സംഭവമല്ല. മുൻകാലങ്ങളിലും പലതും മറന്നുപോയ ചരിത്രമുണ്ട് അദ്ദേഹത്തിന്. സഹതാരങ്ങളുടെ വിവിധ അഭിമുഖങ്ങളിലും പാസ്പോർട്ട്, ഹെഡ്ഫോൺ, ഐപാഡ് തുടങ്ങിയ പ്രധാനപ്പെട്ട രേഖകൾ പോലും അദ്ദേഹം മറന്നുപോയിട്ടുണ്ടെന്ന് പറയാറുണ്ട്. വെളിപ്പെടുത്തൽ ഇതിനു മുമ്പും ഉണ്ടായിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ടോസിനിടെ ടീം അംഗങ്ങളുടെ പേരുകൾ പോലും രോഹിത് മറക്കുന്നത് വാർത്തയാകാറുണ്ട്. ഇന്ത്യൻ ക്രിക്കറ്റ് ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ മറവി പലതവണ വാർത്തകളിൽ വന്നിട്ടുള്ളതുമാണ്. അങ്ങനെ വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ള രസകരമായ സംഭവം കൂടിയാണിത്. 2023 ഇന്ത്യ ന്യൂസിലൻഡ് രണ്ടാം ഏകദിനത്തിനിടെ ടോസ് നേടിയിട്ടും എന്ത് തിരഞ്ഞെടുക്കണമെന്ന് മറന്നുപോയതും ഏഷ്യ കപ്പ് ഫൈനൽ വിജയത്തിന് ശേഷം ഇന്ത്യയിലേക്ക് തിരിക്കുന്നതിനിടെ റൂമിൽ പാസ്പോർട്ട് മറന്നുവെച്ചതും ഹിറ്റ്മാന്റെ വിഖ്യാതമായ മറവിയിൽ ഒന്ന് തന്നെയാണ്. ഏതാനും ഉദാഹരണങ്ങളാണ് ഈ പറഞ്ഞത് മാത്രം. അതുകൊണ്ട് തന്നെ രോഹിത് ട്രോഫി മറന്നതിൽ അത്ഭുതമില്ല എന്ന് പറയുന്നു. അത്രയേറെ സന്തോഷത്തിൽ നിൽക്കുന്ന നിമിഷത്തിലേക്ക് നമ്മൾ ചില കാര്യങ്ങളൊക്കെ മറക്കും. ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി കിരീടത്തിന് ശേഷം വീണ്ടും രോഹിത് ശർമ്മയുടെ മറവി സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നു. സാക്ഷാൽ ചാമ്പ്യൻസ് ട്രോഫി കിരീടം എടുക്കാൻ പോലും ഇന്ത്യൻ ക്യാപ്റ്റൻ മറന്നുപോയോ എന്നാണ് ട്രോളിൽ ചോദിക്കുന്നത്. ICC ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിന് പിന്നാലെ ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മയും ഇതിഹാസ ബാറ്റർ വിരാട് കോഹ്ലിയും ഏകദിന ഫോർമാറ്റിൽ നിന്നും വിരമിക്കുമെന്നാണ് പ്രതീക്ഷപ്പെട്ടിരുന്നത്. പക്ഷെ തൽക്കാലം കളി തുടരാമെന്നാണ് ഇരുവരുടെയും തീരുമാനം. ഇതോടെ 2027 അടുത്ത ഏകദിന ലോകകപ്പിൽ കൂടി രോഹിത് കളിച്ചേക്കുമെന്ന സംശയം ബലപ്പെട്ടിരിക്കുകയാണ്. രോഹിത്തിനെ കൂടാതെ മറ്റ് സീനിയർ കളിക്കാരായ വിരാട് കോഹ്ലിയും രവീന്ദ്ര ജഡേജയും ഫൈനലിന് ശേഷം ഒഴിവാക്കാനായിരുന്നു BCCI ആലോചിച്ചിരുന്നത്. പക്ഷേ ഏകദിനത്തിൽ വിരമിക്കാൻ ഉദ്ദേശമില്ലെന്നും മൂന്നുപേരും തുറന്നു പറഞ്ഞതോടെ BCCI ശരിക്കും അങ്കലാപ്പിലായിരിക്കുകയാണ്. അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ രോഹിത് ശർമ്മയുടെ ഭാവിയുമായി ബന്ധപ്പെട്ട അനിശ്ചിതത്വം ഇപ്പോഴും തുടരുകയാണ് എന്ന് തന്നെ പറയാം.